ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒറീസയിലെ നമ്മളെ കട്ടക്കിലുള്ള ന്യൂ കട്ടക്ക് മർക്കസ് ക്യാമ്പസ് സിറ്റിയിലാണുള്ളത്. നമ്മൾ ഓർഡർ ഇതാക്കണേ നിൽക്കണേ. അപ്പോൾ ഇന്നലെ പള്ളിയിൽ നിന്ന് അടിച്ച് മാറ്റി തൊപ്പിയാണ്. തൊപ്പിക്കും മാറ്റി കുറേ നടത്തിയിട്ട് കിട്ടിയില്ല. ഛത്തീസ്ഗഡിൽ നിന്നൊന്നും ഒരു സിറ്റിയിൽ നിന്ന് മൊത്തം കിട്ടില്ല. ഒറീസയിൽ നോക്കിയിട്ട് ഫുൾ ട്രൈബൽസ് ഏരിയ അങ്ങനെയൊക്കെ നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്നലെ പള്ളി കയറിയപ്പോൾ ഇവിടെ പള്ളി കയറിയപ്പോൾ അവിടെ തൊപ്പിയുണ്ട് എല്ലാം എടുത്തിട്ടാണ്. അപ്പോൾ നമ്മളിന്നിങ്ങനെ അതെല്ലാം പറഞ്ഞു തന്ന് ഇപ്പോൾ ഒരു കുളി കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് രാവിലെ. ഇനിയിപ്പോൾ ഒരു ജുമ കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് അങ്ങനെ പോയിട്ട് 1-2 ദിവസം കൂടെ ഒറീസയിൽ ഉണ്ടാവും അധികം. വെസ്റ്റ് ബംഗാൾക്കാണ് നമ്മൾ പോണത്. വെസ്റ്റ് ബംഗാളിൽ 1-2 ഇങ്ങനെ പ്ലേസ് കൽക്കട്ട അങ്ങനെ കുറച്ച് ഏരിയകളിൽ അങ്ങനെ പോയിട്ട് അപ്പോൾ പിന്നെ അവിടുന്ന് നമ്മൾ ജാർഖണ്ഡ് കയറും. ജാർഖണ്ഡിൽ നിന്ന് ഇൻഷാല്ലാ ജാർഖണ്ഡിൽ ഒരാഴ്ച ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ബീഹാർ കയറും. ബീഹാറിൽ ഒരാഴ്ച. പിന്നെ നമ്മൾ വെസ്റ്റ് ബംഗാൾ വഴി ആസാമിക്കാണ് കയറുക. വെസ്റ്റ് ബംഗാൾ വഴിയാണ് കയറുക. ഡാർജിലിംഗ് അങ്ങനെ വഴി. അങ്ങനെ നമ്മളിപ്പോൾ ഇൻഷാല്ലാ വിചാരിക്കണത് ഒരു പിന്നെ പെരുന്നാളാകുമ്പോഴത്തിന് ആസാം മേഘാലയ റൂട്ടിൽ എത്തണം എന്നുള്ള പ്ലാനിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇൻഷാല്ലാ നമ്മൾ പോരുന്ന വഴിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ തീർച്ചയായിട്ടും കാണാം, ഇരുന്ന് സൗഹൃദമൊക്കെ പങ്കിടാം. അപ്പോൾ മറ്റേ നല്ല ലോങ് ജേർണി ആണെങ്കിൽ നമുക്ക് അതിനായിട്ട് വേണ്ടിയിട്ട് വരവ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആലോചിക്കുക, 500, 200, 300 കിലോമീറ്ററൊക്കെ താണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സ്ഥലത്തിന് വേറെ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ തിരിച്ചു പോരേണ്ട അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു വിഷയമുണ്ട്. നമ്മൾ പോണ വഴിയിലൊക്കെ ഒരുപാട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിയുകയാണെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ജുമുഅൻ്റെ ശേഷം നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്യും.